എന്റെ ശൈഖും മുറബ്ബിയും എന്നെ ഇന്നും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരും. എത്ര വ്യക്തം! മുറബ്ബിയായ ശൈഖാവുമ്പോ മസ്താനാവാൻ പറ്റും? മാനസിക അസ്വസ്ഥത ഉള്ള ആളെ എവിടെങ്കിലും മുറബ്ബിയായ ശൈഖാവാൻ പറ്റും? ശൈഖുന അതിൽ നിന്നൊക്കെ എത്ര ഉന്നതരാണ്. ഈ നാട്ടുകാർക്കറിയില്ലേ ശൈഖുനയെ? ഇത് മാനിപുരല്ലേ? ഇവിടത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ, പ്രായം ചെന്നവർ, ഉമ്മമാർ, ചെറുപ്പക്കാർ, മടവൂര് ശൈഖുനയെ കണ്ട എത്രയോ ആളുകളുള്ള നാടല്ലേ ഇത്? ശൈഖുനയുടെ അയൽ നാട്. ആ ശൈഖുന ഖുത്ബുൽ ആലമാണ്, ശൈഖുൽ മശായിഖാണ് എന്ന് പറയാൻ ആരെ പേടിക്കണം നമ്മൾ? അവിടുന്ന് പറഞ്ഞ വാക്കല്ലേ അതൊക്കെ? ആ കാലത്ത് അഖ്താബിങ്ങൾ സംസാരിച്ചതാ അത്. മഹാനരായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഉപ്പാപ്പ, ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ, ഇങ്ങനെയുള്ള മഹത്തുക്കൾ അവരൊക്കെ പറഞ്ഞതല്ലേ അത്? നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അക്കാലത്തിൻകോർ ഞാൻ ഓർക്കുന്നുണ്ട്, മടവൂരിൽ ഒരു പണ്ഡിതൻ ശൈഖുനയെ മസ്താൻ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എ.പി. അബൂബക്കർ മുസ്ലിയാർ മടവൂരിൽ പ്രസംഗിക്കുകയാണ്. പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ അപ്പുറത്തുള്ള ആളാണ്, ഗ്രൂപ്പിൽ പെട്ട ആളല്ല. ആ ആള് മസ്താനാണ്. മസ്താൻ എന്ന് പറഞ്ഞാൽ കുത്തുബൊന്നാവാത്ത ആ അവസ്ഥയിലുള്ള ആളുകളാണ്. അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട് മടവൂരിൽ നിന്ന്, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നത്. ഇത് മസ്താനല്ല, ഇതൊന്നുമല്ല. എന്നിട്ട് ഇപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമന്റെ പേരിൽ വല്ലാത്തൊരു കളവ് വെച്ച് കെട്ടിയിട്ട്, ശംസുൽ ഉലമ ഞങ്ങളുമായിട്ട് സംഘടനന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലാതെ അദ്ദേഹം കളവ് പറയുന്ന ആളാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ശംസുൽ ഉലമ പറഞ്ഞു കൊടുത്തപോലെ CM വലിയുള്ളാഹി മസ്താനാണ്. മസ്താന്മാര് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിന്നാണ് അർത്ഥം, അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നിന്നാണ് അർത്ഥം. രാമു എന്ന് പറഞ്ഞാൽ പകല് നിന്നാണ് അർത്ഥം, പകല് എന്ന് പറഞ്ഞാൽ രാമു എന്നാണ് അർത്ഥം. അപ്പോൾ ഹക്ക് എന്ന് പറഞ്ഞാൽ ബാത്തിൽ നിന്നാണ് അർത്ഥം. ഞാനിത് ദജ്ജാലിനെ പറ്റി മാത്രമേ ഹദീസ് കേട്ടിട്ടുള്ളൂ. ദജ്ജാലിനെ പറ്റി ഹദീസിലുണ്ട്. നല്ല മറുപടി കൊടുക്കണമെന്ന്, നല്ല പ്രസംഗം. കാരണം ധൈര്യമായിട്ട് പറയാം, അപ്പുറത്തെ സംഘടനയിലെ ആളാ പറഞ്ഞ് ഒരു കുഴപ്പമില്ല. മസ്താനാണ് എന്ന് പറഞ്ഞതിനെ വിമർശിക്കാണ്. അതും E.K. ഉസ്താദിന്റെ പേരിൽ പറഞ്ഞതിനെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. പക്ഷെ E.K. ഉസ്താദിനെ പറയുമ്പോൾ ശംസുൽ ഉലമ എന്നാണ് പറയുന്നു കേട്ടോ. ആ പേരിന്റെ അംഗീകാരം നോക്കുക. ശംസുൽ ഉലമ എന്ന എതിരാളികൾ പോലും പറയുന്നത് അത് ആ പേരിന്റെ മഹത്വമാണ്. ഞാൻ അതിലേക്ക് വരാം. പറഞ്ഞു വന്നത് 2 പോയിന്റ്. ഒന്ന്, മൂപ്പര് പറഞ്ഞു എന്റെ മുറബ്ബിയായ ശൈഖാണ്. 2, അപ്പുറത്തെ സംഘടനയിലെ ഒരാൾ ശൈഖുനയെ സംബന്ധിച്ച് മസ്താൻ എന്ന് പറഞ്ഞപ്പോ അതിന് നീണ്ട മറുപടി കൊടുത്തു. അതെല്ലാം കൂടി വെക്കാൻ സമയമില്ലാഞ്ഞിട്ടാ. എന്നാൽ അതേ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ അടുത്ത് വർഷങ്ങളായിട്ടുള്ളൂ, അയാളൊരു അഭിമുഖത്തിൽ പറഞ്ഞു ഖുത്ബുൽ ആലമെന്ന് മടവൂർ ശൈഖിനെ പറയാൻ പാടില്ല. കാരണം അന ഖുത്ബുൽ ആലമെന്ന് ശൈഖുനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഖുത്ബുൽ ആലമാണെന്ന് എന്നൊരു മുത്തഅല്ലിമ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. ആ പറഞ്ഞത് മാനസിക അസ്വസ്ഥത